നസ്രത്ത് സന്യാസിനി സഭയുടെ എറണാകുളം പ്രോവിൻസ് അംഗമായ സിസ്റ്റർ റോസ്മിൻ CSN തൻ്റെ വ്യത്യസ്തമായ സേവന മേഖലയാൽ ശ്രദ്ധേയയാണ്. കുടുംബങ്ങളുടെ സമുദ്ധാരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നസ്രത്ത് സന്യാസിനി സഭയുടെ ആദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമായി മാറുകയാണ് ഈ സന്യാസിനി. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മദ്യപാനം എന്ന മഹാവിപത്തിൽ നിന്ന് കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കുവാൻ രാപ്പകലില്ലാതെ പ്രയത്നിക്കുകയാണ് സിസ്റ്റർ റോസ്മിൻ CSN. മദ്യപാനത്തിന് അടിമകളായവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനും മോചിതരായവരെ വീണ്ടും വീണു പോകാതിരിക്കാനും സിസ്റ്റർ വളരെയധികം ശ്രദ്ധിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് മോചിതരായവരെ ഉൾപ്പെടുത്തി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് സിസ്റ്റർ നേതൃത്വം കൊടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളുടെ സമുദ്ധാരണത്തിനായി പ്രയത്നിക്കുന്ന സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ രസകരവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായ അനുഭവങ്ങൾ സിസ്റ്റർ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് ചാർലി പോൾ, KCBC മധ്യവര്യ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. KCBC മധ്യവര്യ സമിതി കേരളത്തിൽ മദ്യവിമുക്തമായൊരു സഭയും സമൂഹവും രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന മദ്യാസക്തിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു ത്രിമാന മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് റിസ്ക് റിഡക്ഷനാണ്. കേരളം പോലുള്ള സംസ്ഥാനത്ത് 17 ലക്ഷത്തോളം പേര് മദ്യാസക്തരാണ്. അവരെ ചികിത്സിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ സമഗ്രമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ചികിത്സ, പുനരധിവാസം പോലുള്ള പദ്ധതികളാണ് റിസ്ക് റിഡക്ഷൻ എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത്. രണ്ടാമത് ഡിമാൻഡ് റിഡക്ഷനാണ്. പുതിയ തലമുറ മദ്യാസക്തിയിലേക്ക് പോകാതിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെ ബോധവൽക്കരിച്ച് മദ്യാസക്തിയിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നിലനിർത്തേണ്ടിയിരിക്കുന്നു. മൂന്നാമതാണ് സപ്ലൈ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അതിൽ നിന്ന് മാറി വരുമ്പോൾ, പുതിയ തലമുറ അതിനകത്ത് ചെല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സപ്ലൈ കുറയ്ക്കാൻ പറ്റും. ആ സപ്ലൈ കുറയ്ക്കേണ്ടത് ഗവൺമെൻറ്റിനാണ്. ഈ ഒരു ത്രിമാന മാർഗത്തിലൂടെയാണ് കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ത്രിമാന മാർഗത്തിൻ്റെ 3 തലങ്ങളിലും ഞങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ്മിൻ CSN ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സിസ്റ്റർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് റിസ്ക് റിഡക്ഷൻ എന്ന മേഖലയിലാണ്. മദ്യാസക്തരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ മദ്യാസക്തിയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രോഗമായിട്ടാണ് പ്രഖ്യാപിക്കുക. അവർ രോഗികളാണ്. അവർക്ക് പ്രധാനമായിട്ടും ചികിത്സയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മദ്യാസക്തരെ ഓരോ പ്രദേശത്തും കണ്ടെത്തി അവരെ ചികിത്സിച്ച് അവരെ പിന്നീട് ചികിത്സ കഴിഞ്ഞ് വിമുക്തരായി വരുമ്പോൾ മദ്യവിമുക്തരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ്മിൻ ആയിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്ലാന്റേഷൻ പ്രദേശങ്ങളിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മദ്യാസക്തരെ കണ്ടെത്തുകയും അവരുടെ വീട് സന്ദർശിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് ചികിത്സ കൊടുക്കുകയും ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവരെ AA ഗ്രൂപ്പിൽ ചേർത്ത് അവർ വീണ്ടും മദ്യാസക്തിയിലേക്ക് പോകാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആ ഫാമിലിയിൽ വരുന്ന മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. ആ വിഷയങ്ങളൊക്കെ കൗൺസിലിങ്ങിലൂടെ പരിഹരിച്ച് ഒരു മദ്യവിമുക്തമായ സഭയും സമൂഹത്തെയും രൂപപ്പെടുത്താനുള്ള വലിയ പോരാട്ടമാണ് സിസ്റ്റർ റോസ്മിൻ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. KCBC മധ്യവര്യ സമിതിയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആനിമേറ്റർ കൂടിയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ്മിൻ CSN. കഴിഞ്ഞ വർഷം ഞങ്ങൾ സിസ്റ്ററുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ സേനാനി അവാർഡും ഞങ്ങൾ സിസ്റ്റർക്ക് നൽകി ആദരിച്ചിരുന്നു. അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് സാക്ഷ്യജീവിതം നയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലമതിക്കേണ്ടിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൊണ്ടാണ് സിസ്റ്ററുടെ പ്രവർത്തനങ്ങളെ ബോധ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അതിരൂപതാ സമിതിയിൽ ഉൾപ്പെടുത്തുകയും അതിരൂപതാ സമിതിയുടെ ലഹരി വിരുദ്ധ സേനാനി എന്നുള്ള അവാർഡ് സിസ്റ്റർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും അതിനു മുമ്പും സിസ്റ്റർ വളരെ ആത്മാർത്ഥതയോടെ
വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മദ്യവിരുദ്ധ പോരാട്ട രംഗത്ത് മാത്രമല്ല, എറണാകുളം സിറ്റിയിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലും മറ്റെല്ലാ മേഖലകളിലും കുടുംബ സന്ദർശനങ്ങൾ നടത്തി അവരെ ബോധവൽക്കരിച്ച് കൗൺസിൽ രംഗത്തിലൂടെയൊക്കെ സിസ്റ്റർ മുന്നോട്ട് നയിക്കുന്നുണ്ട്. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്റിന് സ്വാഗതം. ഷാലോമിലെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ റോസ്മിൻ. എറണാകുളം ജില്ലയിൽ കാലടിയിൽ കൊറ്റമ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പനും അമ്മയും ഞങ്ങൾ 10 മക്കളുമാണ്. ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചും മരിച്ചു. 5 ആണും 5 പെണ്ണുമാണ്. ഞാനതിൽ 5ാമത്തെയാണ്. മറ്റ് ബ്രദേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. മക്കളുടെ പെങ്ങന്മാരുടെ അനിയത്തിമാരുടെയും ചേച്ചിമാരുടെയും വിവാഹം കഴിഞ്ഞു. ഇപ്പം അവരൊക്കെ ഒരേ നിലയിൽ സെറ്റിൽഡായി. സിസ്റ്റിൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിരുന്നു. അപ്പച്ചനും 2 ആങ്ങളമാരൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുമായിരുന്നു. അവരുടെ ജോലി എന്ന് പറഞ്ഞ് കാളവണ്ടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ആ കാളവണ്ടിയിൽ കല്ല് വെട്ടി ഒരു സ്ഥലത്ത് ചെന്ന് കല്ല് വെട്ടി അത് കൊണ്ടുപോയി വിൽക്കൽ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മക്കളെയൊക്കെ പഠിപ്പിച്ചതൊക്കെ. ഞങ്ങൾ ആങ്ങളമാരെയും അനിയത്തിമാരെയൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കൃഷിയൊക്കെ ആയിട്ട് നെൽകൃഷിയുണ്ട്. പിന്നെ അതുകൂടാണ്ട് തെങ്ങ്, വാഴ, ഇതാണ് എൻ്റെ അപ്പൻ്റെ ജോലി. അതിനകത്ത് ഈ ആങ്ങളമാരും സഹായിക്കുമായിരുന്നു. അവരധികം പഠിച്ചില്ല, 8, 9 ക്ലാസ്സൊക്കെ പഠിച്ചോളൂ. ബാക്കി എല്ലാവരും തന്നെ 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചു. സിസ്റ്റർ എത്രാം ക്ലാസ് വരെയാണ്? എനിക്ക് 8ാം ക്ലാസ്സിൽ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ സിസ്റ്റർ ആകണമെന്നൊക്കെ ഒരു വിചാരം വന്നത്. സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം വരാനുള്ള കാരണം എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു? അത് എൻ്റെ അമ്മ വീട്ടുകാർ ഒത്തിരി പേര് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഉണ്ട്. ഇവിടെ എൻ്റെ ആങ്ങളുടെ മകനും ഒരച്ഛനാണ്, CMI ഫാദറാണ്. അമ്മയുടെ ആങ്ങളെയും CMI ഫാദറുണ്ട്. അമ്മയുടെ വേറൊരു ആങ്ങളുടെ മകനുണ്ട്, വേറൊരു ആങ്ങളുടെ മകനുണ്ട്. അങ്ങനെ 4 ഫാദേഴ്സുണ്ട്. പിന്നെ വേറെ കസിൻസും ഉണ്ട്. ഇവർ വെക്കേഷനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സിസ്റ്റേഴ്സും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും വരുമ്പോൾ അവരുടെ കൂടെ നടക്കണതും അവർ പറയുന്നത് കേൾക്കണതൊക്കെ എനിക്ക് കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സുഹൃത ജപമൊക്കെ അന്ന് പറഞ്ഞു തരുമായിരുന്നു. ഈശോയെ എങ്ങനെ സ്നേഹിക്കണേന്നും ഈശോയുടെ കൂടെ ആയിരിക്കേണ്ട വിധങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. കൂടാതെ എനിക്കിങ്ങനെ അന്ന് ഞാൻ ഷോർട്ട് സ്കേർട്ട് ഇട്ട് 8ാം ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ഒരു മുണ്ടൊക്കെ വെട്ടി തയ്ച്ച് ഞാനൊരു നീളത്തിലുള്ള സ്കേർട്ടൊക്കെ തയ്ച്ച് തന്നെ വെട്ടി തയ്ച്ചു. ഇല്ല, ഞാൻ വേറെ എൻ്റെ ഒരു ആൻറ്റിനെ കൊണ്ട് തയ്പ്പിച്ചു. പിന്നെ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇത്തിരി ഇറക്കത്തിലൊക്കെ സിസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സ് ആവണ മാതിരി. പിന്നെ എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. അത് മുടി അഴിച്ചിട്ട് ഞാൻ ഈ വെയിൽ വെക്കുന്നത് പോലെ അങ്ങനത്തെ ആക്ട് ചെയ്യായിരുന്നു ഇവരുടെ കൂടെ. അവരെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ എന്നെയും കൊണ്ടുപോയിരുന്നു. വെക്കേഷനല്ലേ, ആ സമയത്തൊക്കെ അവരുടെ കൂടെ ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു CMC സിസ്റ്ററിനെ പോലെ ലുക്ക് തോന്നണം, അതായിരുന്നു അന്നത്തെ എൻ്റെ വിചാരം. അങ്ങനെയാണ് ഞാൻ ഒരാഗ്രഹം അന്ന് തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ വീട്ടുകാർ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയൊക്കെ. അപ്പച്ചനെ ഇഷ്ടമാണ്, പക്ഷേ വലിയ അത്ര കൂടുതൽ ഇഷ്ടമായിട്ടൊന്നും കാണിക്കണം കണ്ടിട്ടില്ല. ഈ സിസ്റ്റർ ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും അതിനെ സന്തോഷത്തോടു കൂടെ കാണുമായിരുന്നു. അവർക്ക് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചന് അവൾ നടന്നോട്ടെ എന്തുകൊണ്ടെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അമ്മച്ചിക്ക് കാണുമ്പോൾ ഇവളുടെ ആഗ്രഹം സാധിക്കണതല്ലേ എന്ന് ഓർത്താൽ ഞാൻ ചെറുതല്ലേ, അങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ നടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ കൊഞ്ചി അങ്ങനെ നടക്കുമായിരുന്നു ഞാൻ. പിന്നെ 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോൾ എൻ്റെ ആഗ്രഹം കൂടി വന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു വേണ്ട അവളെ കോളേജിലൊക്കെ വിട്ടതിന് ശേഷം അവളുടെ ആഗ്രഹം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിലെല്ലാവർക്കും സിസ്റ്റർ ആവാൻ പോകുന്നതിൽ സമ്മതമായിരുന്നോ? അവർക്ക് സന്തോഷമാണ്. കാരണം ഒരു വീട്ടിലൊരു സിസ്റ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു ദൈവാനുഗ്രഹമല്ലേ. അപ്പോൾ അത് കാരണം അവരെ ഇഷ്ടക്കുറവ് കാണിച്ചില്ല. ബാക്കി ചേട്ടന്മാരും അല്ലെങ്കിൽ അനുജത്തിമാരും ഒന്നും അങ്ങനെ ഇഷ്ടക്കുറവൊന്നും കാണിച്ചില്ല. പിന്നെ അവർ എൻ്റെ ലൈനിലേക്ക് വരാൻ അവർക്ക് ഇഷ്ടമുണ്ടായില്ല ആർക്കും. സിസ്റ്റർ വിളിച്ചിരുന്നു? ഞാൻ വിളിച്ചിരുന്നു. +2 കഴിഞ്ഞപ്പോൾ ഇളയ അനുജത്തിനെ വിളിച്ചു. 10ാമത്തെ അനുജത്തിയാണ്, ഇളയാളാണ് അനുജത്തി. അവൾ വിളിച്ചു +2 കഴിയട്ടെ എന്ന് പറഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നേഴ്സിങ്ങിന് പോകണം, നേഴ്സിംഗ് കഴിയട്ടെ എന്ന് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇനിയിപ്പോൾ ആരും സിസ്റ്റർ ആവണേന്ന് വെച്ചാൽ അവളങ്ങനെ കളിയാക്കി. അതുകൊണ്ട് അവൾ വന്നില്ല. 2 അനുജത്തിമാരും വന്നില്ല. അപ്പം സിസ്റ്റർ പറയുമായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം സിസ്റ്ററിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പം വീട്ടിൽ നിന്ന് വിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സിസ്റ്റർ അത് പറഞ്ഞ്
കൺവിൻസ് ചെയ്തത് അവർ? ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് CMI ഫാദേഴ്സിൻ്റെ ധ്യാന കേന്ദ്രമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വൺ ഡേ പ്രോഗ്രാം, പ്രാർത്ഥന അല്ലെങ്കിൽ ടോക്ക് ഇതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അത് കാരണം ഈ അമ്മയൊക്കെ പോട്ട, ഡിവൈൻ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥന, ധ്യാനം, അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ചേട്ടത്തിമാരെയൊക്കെ വിളിച്ച് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടേക്കണം. കാരണം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഇങ്ങനെ ഞാൻ ധ്യാനത്തിനൊക്കെ പോകാനായിട്ട് പോകുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ആങ്ങളെ പറയും, നീ ഒരു ധ്യാനം കേൾക്കണ്ട, നിനക്ക് ഞാൻ പറഞ്ഞു തരാം ധ്യാന പോയിൻ്റ് എന്നും പറഞ്ഞു. ഈ ആങ്ങളെ കളിയാക്കി ബൈബിളൊക്കെ മേടിച്ച് രണ്ടൊന്ന് എന്തെങ്കിലും ഉദാഹരണങ്ങൾ, ഇപ്പോൾ ധനവാൻ്റെ ലാസറിൻ്റെയൊക്കെ അങ്ങനെ രണ്ട് കഥയൊക്കെ പറഞ്ഞ്, ഇനി നീ ധ്യാനത്തിന് കൊണ്ട് വീട്ടിൽ പോയി ഇതൊക്കെയാണ് അച്ഛന്മാർ പറയണതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി വിടുമായിരുന്നു. പക്ഷേ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അമ്മ പറയും, അവൾക്ക് ഇഷ്ടമല്ലേ, അവൾ പോയി ധ്യാനിച്ചോട്ടെ, അല്ലെങ്കിൽ അവൾ പ്രാർത്ഥിച്ചോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങി എനിക്ക് അത് കൂടുതലായി വന്നുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഇൻട്രസ്റ്റ് എപ്പോഴും അമ്മ പരിപോഷിപ്പിക്കുകയായിരുന്നു. അമ്മയ്ക്ക് നല്ല പ്രാർത്ഥന ചെയ്തതിനുള്ളൊരു വ്യക്തിയായിരുന്നല്ലോ. വീട്ടിലെ കുടുംബ പ്രാർത്ഥന, ഈ പ്രാർത്ഥന അന്തരീക്ഷം അതൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഞങ്ങളുടെ വീട്ടിലത്തെ പ്രാർത്ഥന പറയുകയാണെങ്കിൽ വൈകിട്ട് 8:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും, അപ്പനും അമ്മയും മക്കളെല്ലാവരും നിർബന്ധമായിരുന്നു അപ്പന് പ്രാർത്ഥിക്കണേ. ആ സമയത്ത് എല്ലാവരും വേണമെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചേച്ചിയൊക്കെ കറി വയ്ക്കാനോ എന്തിനെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കും 8:30 മുമ്പ് എല്ലാ പണിയും ചെയ്ത് തീർക്കണം. അങ്ങനെ എല്ലാവരോടും ഒരുമിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് അത് ഞങ്ങൾ ആരെങ്കിലും ലീഡ് ചെയ്യണം. പ്രാർത്ഥന ലീഡ് കഴിഞ്ഞതിന് ശേഷം ബൈബിളും വായിച്ചിട്ട് ബാക്കിയൊക്കെ അമ്മയാണ് അതിൻ്റെ ഹോമിൽ പറയുകയും പിന്നെ കാറോസുസ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലണതൊക്കെ അമ്മയാണ്. അമ്മ സ്പോണ്ടേനിയസ് പ്രയർ, അമ്മയുടെ ആങ്ങളൊക്കെ ധ്യാന ഗുരുക്കന്മാരല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഇതൊരു പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം പ്രാർത്ഥിക്കാനും. അപ്പച്ചനും അത് സന്തോഷമായി. അപ്പച്ചന് ഇഷ്ടക്കുറവൊന്നും കാണിക്കില്ല. പിന്നെ എന്തോരം സമയം 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ആണല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കളിയാക്കാറുണ്ട്. മീൻസ് അത്രയും ചുരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വെച്ചു. എങ്കിലും അപ്പച്ചനും ഇരിക്കും. അങ്ങനെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ ഒരു മാതാവിൻ്റെ പാട്ടൊക്കെ പാടി അവസാനം സ്തുതി പറഞ്ഞു. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് മുട്ടുകുത്തി നിർത്തും ചേട്ടൻ. കാരണം ഉറക്കം തൂങ്ങുമ്പോൾ ഞങ്ങളെ മുട്ടുകുത്തിച്ച് കൈ വിരിച്ച് പിടിച്ച് ഞങ്ങളോട് നിൽക്കാൻ പറയും. പിന്നെ ആരെങ്കിലും ഇരിക്കുമ്പോൾ അവരോട് വേഗം മുട്ടുകുത്താൻ പറയും. അതൊക്കെ ഈ രണ്ടാമത്തെ ചേട്ടനൊക്കെ നിർബന്ധമായിരുന്നു. കാരണം ചേട്ടനും കൈവിരിച്ചാണ് ഈ കൊന്തയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇരിക്കണ കാണുമ്പോൾ ചേട്ടൻ പറയും, മതി ഇരുന്നത് എഴുന്നേറ്റ് മുട്ടുകുത്താൻ പറയും, കൈവിരിച്ച് പ്രാർത്ഥിപ്പിക്കും ചേട്ടൻ. ആ ചേട്ടന് നിർബന്ധമായിരുന്നു. ഞങ്ങൾ 10 മക്കളാണ്. 5 ആൺമക്കളും 5 പെൺമക്കളും. സിസ്റ്റർ റോസ്മീൻ 5ാമത്തെ അംഗമാണ്. ചെറുപ്പം മുതലേ സിസ്റ്റർ ദൈവിക കാര്യങ്ങളിൽ വളരെയധികം മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥന മറ്റുള്ളവരെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതിനും അതുപോലെ മറ്റുള്ള വ്യക്തികൾക്ക് ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും കൂടുതൽ സന്മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സിസ്റ്ററുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ടേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. എന്തെല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായാലും സിസ്റ്ററുടെ ആ പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മയാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ഞങ്ങൾക്ക് നൽകുന്നത്. അമ്മയുടെ ആ ഒരു സാമീപ്യമാണ് കൂടുതലും സിസ്റ്റർ റോസ്മീൻ സ്വീകരിച്ചിരിക്കുന്നത്. അമ്മ കൂടുതൽ പ്രാർത്ഥനയും മറ്റുള്ളവർ സഹായിക്കുന്നതും കണ്ടാണ് നമ്മുടെ സിസ്റ്റർ റോസ്മീൻ ഇതെല്ലാം കൂടുതൽ പ്രാബല്യത്തിൽ വരുത്താൻ കാരണം അമ്മയുടെ സാമീപ്യമാണ്. ചെറുപ്പം മുതലേ അവൾക്ക് വലിയ താല്പര്യമായിരുന്നു, കന്യാസ്ത്രീയാവണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു സിസ്റ്റർ റോസ്മീൻ്റെ. ആ സമയമായപ്പോൾ 10 ക്ലാസ് പഠിച്ച് നടത്താൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞെങ്കിലും അവൾക്ക് താല്പര്യം കന്യാസ്ത്രീയാകുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു സിസ്റ്റർ റോസ്മീൻ. മൂത്ത സഹോദരന്മാരുടെ ശ്രദ്ധ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയോ? ഒരു ടൈം ടേബിളൊക്കെ തരുമെന്ന് സിസ്റ്റർ പറഞ്ഞു, അതെങ്ങനെയായിരുന്നു? ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ആയാലും ചേട്ടൻ എന്തെങ്കിലും ടൈം ടേബിളൊക്കെ തരും. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഉടനെ ക്വസ്റ്റ്യനിങ് ആണ്, എന്താ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഈ രണ്ടാമത്തെ ബ്രദർ
ഒരു വൈകുന്നേരം 6:30 ആകുമ്പോൾ പിടിക്കും എല്ലാവരെയും. എങ്ങനത്തെ ടൈം ടേബിൾ ആയിരുന്നു തന്നത്? അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി, ദാറ്റ് മീൻസ് പല്ല് തേച്ചിട്ട് പല്ല് വെളുത്തില്ലെങ്കിൽ വീണ്ടും ഒരു 10 പ്രാവശ്യം ഈ ചേട്ടൻ്റെ മുമ്പിൽ നിർത്തി പല്ല് തേച്ച് തുപ്പണ ചേട്ടൻ്റെ മുമ്പിൽ വൈകുന്നേരം 6:30 അതെ അതെ. ശരി. അപ്പൊ ചേട്ടന് ഓരോ കാര്യത്തിലും ഒത്തിരിയേറെ പിന്നെ എംബോസിഷനൊക്കെ എഴുതിപ്പിക്കും. പിന്നെ ഇമ്പോസിഷൻ എന്തിനായിരുന്നു? അത് പഠനത്തിൽ എന്തെങ്കിലും കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിന് തോറ്റിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ വക ഇമ്പോസിഷൻ. ചേട്ടൻ്റെ വക. അപ്പം ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അയ്യോ ഉണ്ടോന്നോ, 100 പ്രാവശ്യമൊക്കെ എഴുതാൻ പറയുമ്പോൾ അരിശം വരും. എന്നാലും ചേട്ടനെ പ്രതി ചെയ്തുകൊണ്ടിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വളരെ എല്ലാവരും തമ്മിൽ വളരെ ഐക്യത്തിലും പരസ്പര സ്നേഹത്തിലും ധാരണയിലും പോയിരുന്ന ഒരു കുടുംബമാണെന്ന് തോന്നുന്നു. എങ്കിൽ തന്നെ അമ്മ ഒത്തിരി ഇൻസ്പയർ ചെയ്തു എന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ അമ്മയുടെ ഒരു പ്രചോദനം എന്തായിരുന്നു എന്നൊന്ന് പറയാം? അമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അമ്മയ്ക്ക് പ്രാർത്ഥന ചൈതന്യം ഒത്തിരി ഉണ്ട്. പ്രാർത്ഥനയുടെ സമയത്ത് ഇപ്പം ഈവൻ ഞങ്ങൾ ബാത്റൂമിലൊക്കെ 12 മണിക്കൊക്കെ എണീറ്റ് ബാത്റൂമിൽ പോകാനായിട്ട് വരുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കൈവിരിച്ച് കൊന്ത ചെല്ലുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത്രമാത്രം പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമുണ്ട്. കൂടാതെ അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ സിസ്റ്ററാവണതൊക്കെ, മക്കൾ സിസ്റ്ററാവണമെന്ന് അച്ഛനാവണമെന്നൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അതിന് പ്രോത്സാഹിപ്പിക്കും. പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ, എനിക്കത് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ പ്രചോദനത്തിൽ തന്നെ നീങ്ങുമായിരുന്നു. ഓക്കെ. അമ്മ എന്തായിരുന്നു? അമ്മ ഒരു വീട്ടമ്മയായിരുന്നോ? അമ്മ തീർച്ചയായിട്ടും വീട്ടമ്മയായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് അമ്മയ്ക്ക് വീട്ടമ്മയായിരുന്നു മതി. ബാക്കി പിന്നെ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നേ. അപ്പോൾ ഈ ബ്രദേഴ്സിൻ്റെ ഭാര്യമാരെല്ലാവരും ഉള്ള കാരണം അമ്മയ്ക്ക് പിന്നെ വീട്ടു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് അരി ബിസിനസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നെല്ല് കൂടാതെ പുറത്തുനിന്ന് നെല്ല് വാങ്ങിക്കും. അതിനൊക്കെ അപ്പച്ചങ്ങ് സഹായിക്കുകയൊക്കെ ചെയ്യും. ഒരു ഫാമിലി ഞങ്ങൾ സഹായിക്കാനുണ്ടായിരുന്നു, ഈ നെല്ല് പുഴുങ്ങണേനും കൊയ്യുന്നതിനൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഫാമിലി ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അമ്മ ആ ബിസിനസ്സിൽ മാത്രമേ കെയർ ചെയ്യുള്ളൂ. അപ്പോഴത്തേക്കും ആങ്ങളമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭാര്യമാരുണ്ടല്ലോ, അവരും കൂടി സഹായിക്കും. അപ്പോൾ ഈ അരി സ്കൂളിൽ തൊട്ടടുത്തുള്ള സാർമാരാണ് ഈ അരി വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണേ. ഓക്കെ. അന്ന് കാലത്ത് ഈ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ നെല്ലൊക്കെ കുത്തി ഈ അരിയൊക്കെ ഇല്ല, ഞങ്ങൾക്ക് ഈ കാളവണ്ടി ഉള്ള കാരണം ഞങ്ങൾ ഈ വണ്ടിയിൽ കൊണ്ടുപോകാറുണ്ട് നെല്ല് കുത്തിക്കാനായിട്ടൊക്കെ. ഓക്കെ. അപ്പോൾ അതിൽ സഹായിക്കാൻ കുറേ പേരുണ്ട്. അത് ഞങ്ങളും പോണായിരുന്നു, ഈ നെല്ല് വാരിയൊക്കെ ഇടാനും കൊണ്ടുവരാനും വണ്ടിയിൽ കയറ്റാനായിട്ടൊക്കെ ഞാനും പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതുപോലെ കൊയ്യുമ്പോഴായാലും ഞങ്ങൾ സഹായിക്കാൻ പോയിട്ടുണ്ട്. അതൊരു 2 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ പാടങ്ങൾ. അപ്പോൾ വണ്ടിയിലാണ് എല്ലാം കയറ്റി കൊണ്ടുവരുന്നതൊക്കെ. പിന്നെ പാടത്തൊക്കെ പോകുമ്പോൾ കഞ്ഞി കൊണ്ടുപോയി സഹായിച്ചിട്ടുണ്ട് അപ്പച്ചനും. പിന്നെ മറ്റു ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ അവർക്ക് കഞ്ഞിയൊക്കെ വെച്ച് തരുമല്ലോ നാത്തുമാർ ചേച്ചിമാർ. അപ്പോൾ അമ്മയുടെ അരി ബിസിനസ് അരി ബിസിനസ്സിൽ അമ്മയ്ക്ക് നല്ല കച്ചവടമായിരുന്നു. അമ്മയുടെ അരി നല്ലതാണ്, കാരണം കളറൊന്നും കയറ്റില്ല. അതുതന്നെ സാർമാർക്ക് ഈ അരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം തന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അരി വാങ്ങിച്ച് മാസം അവസാനം കാശ് തരും. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മാല മേടിച്ച് തരായിരുന്നു. സ്വർണ്ണത്തിൻ്റെ മാല 10 മക്കൾക്ക് മേടിക്കുമായിരുന്നു. അങ്ങനെ മേടിച്ച് വന്നപ്പോൾ ചേട്ടന്മാർക്കൊക്കെ നാണമാണ്, എന്നാലും അവരിടും. പിന്നെ ആ മാല വാങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പാവപ്പെട്ട മനുഷ്യർ അരി മേടിക്കാനായിട്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ എന്തെങ്കിലും ആഭരണങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് തിരിച്ച് വാങ്ങാനുള്ള പൈസ ഇല്ലാണ്ട് വരുമ്പോൾ അവരതിന് ഫുൾ അരി മേടിക്കും. ഒത്തിരി വർഷങ്ങളോളം അമ്മ അത് ചെയ്തു. അവസാനം അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു വീണ്ടും ചെയ്യാൻ. പിന്നെ ആങ്ങളമാരെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ആ ഒരു സമയത്ത് അമ്മ അരിയൊക്കെ കൊടുക്കാറുണ്ടോ? അമ്മ അരി കൊടുക്കുമ്പോഴല്ലോ ചില പാവപ്പെട്ട വീട്ടുകാർക്ക് അമ്മ പറയും, എൻ്റെ മോളെ ഈ അരി കൊണ്ടുപോയി ആ വീട്ടുകാർക്ക് ഒന്നും ആകില്ല, അതുകൊണ്ട് ചില സമയത്തൊക്കെ പുഴുക്ക് അരി നുറുങ്ങിപ്പോവേ. അപ്പോൾ ആ നുറുക്കലിൽ നിന്ന് അമ്മ വേറെ സെപ്പറേറ്റ് അവർക്ക് കൊടുക്കും. അത്രയ്ക്കും അമ്മയ്ക്ക് പാവങ്ങളോട് വലിയ കരുണയാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ അമ്മ ഈ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി അവരൊക്കെ ഡ്രസ്സ് അവർ യൂസ് ചെയ്യാത്ത, അവർ നല്ല ഡ്രസ്സ് വരുമ്പോൾ പഴയത് അവരിടില്ലല്ലോ, അതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് അമ്മ വീട്ടിൽ വെക്കും. എന്നിട്ട് ഈ പാവപ്പെട്ട ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ അമ്മ രോഗികളെ കാണാൻ പോവുകയെ, സുഖമില്ലാത്ത രോഗികളൊക്കെ കാണാൻ പോകുമ്പോൾ ഈ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ സാമ്പത്തികം ചെയ്യാവുന്ന ചെറിയ സഹായമൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു അതെല്ലാം സിസ്റ്ററിന് പകർന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുത്തു എന്ന് തോന്നുന്നു. അതെനിക്ക് കുറേശ്ശെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു അവസ്ഥ അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു അമ്മയുടെ കൂടെ ഇങ്ങനെ കാരുണ്യ പ്രവൃത്തിയൊക്കെ. അതിൽ നിന്നെല്ലാം വീണ്ടും ഈ ഉറച്ച തീരുമാനത്തിൽ സിസ്റ്റർ ആവാൻ പോകുന്നു എന്ന് ഉറച്ചു നിന്ന് എങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ,
എനിക്ക് സിസ്റ്റർ ആകണം. അതിന് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചനും ഇഷ്ടമുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ബ്രദറിനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നല്ലോ. പക്ഷേ അവസാനം ഞാൻ തന്നെ അതായത് അവരെന്നോട് പറഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 1 ഇയർ ഞാനവിടെ നിന്നു. നീ ജോലികളൊക്കെ പഠിക്കുക, എന്നിട്ട് നിനക്കൊരു നല്ല പയ്യനെ കൊണ്ടുവന്നൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയായിരുന്നു. പക്ഷേ എൻ്റെ അങ്കിളും അതുപോലെ തന്നെ അവരോടൊപ്പം പറയുമായിരുന്നു. എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. പിന്നീട് അവർക്ക് മനസ്സിലായി. എൻ്റെ അമ്മയുടെ അച്ഛനാണ്, CMI ഫാദറാണ്, ഫാദർ തോമസ് മെത്തോഡിയസ്. അപ്പോൾ അച്ഛൻ പറയും, ഇനി അവൾ ചിലപ്പോൾ ഇതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കണേന്ന് പറഞ്ഞും സിസ്റ്റർ ആവാനായിട്ടുള്ള പ്രീ ഡിഗ്രിക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ വിചാരം പ്രീ ഡിഗ്രിക്ക് പോയാൽ പ്രീ ഡിഗ്രിയുടെ കഴിഞ്ഞിട്ട് മഠത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ആംഗ്ല അഡ്മിഷനൊക്കെ മേടിച്ചു തന്നു. കോളേജ് പഠിത്തം കഴിഞ്ഞാൽ എൻ്റെ ദൈവവിളി നഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ഒരാഴ്ചയെ പോയതുള്ളൂ, 1-2 ആഴ്ച. ദൈവവിളിയിൽ അത്ര തീഷ്ണതയായിരുന്നു. വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചോ? ഇല്ല, അവർ പറഞ്ഞു എന്തോരം പാടി കഴിച്ചാൽ നിനക്ക് പ്രീ ഡിഗ്രി മേടിച്ചു തന്നിട്ട് നീ എന്നിട്ട് ഇതും കൂടെ കഴിഞ്ഞിട്ട് പോണതല്ലേ നല്ലതെന്നൊക്കെ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ബാക്കി പഠനമൊക്കെ ഞാൻ എൻ്റെ മഠത്തിൽ ചെന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. പ്രീ ഡിഗ്രി ഏത് ഗ്രൂപ്പായിരുന്നു സിസ്റ്റർ എടുത്തത്? ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത്. അതുകൊണ്ടാണ് സയൻസ് ഗ്രൂപ്പ് എടുത്തത്. അവർക്ക് ഇങ്ങനെ നഴ്സിംഗിന് വിടാനൊക്കെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നത്. എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. അപ്പം എന്നിട്ട് പിന്നെ 1 വർഷത്തേന് പോവാതെ എങ്ങനെയാണ് വീണ്ടും മഠത്തിലേക്ക് എത്താൻ? എൻ്റെ തീഷ്ണത കുറഞ്ഞില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് മുന്നോട്ട് പോയി. പിന്നെ ഈ പറഞ്ഞോണ്ട് ഞാൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോകുമായിരുന്നല്ലോ, പ്രാർത്ഥനയും പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുകൊണ്ട് തീഷ്ണതയിൽ ഞാൻ കുറച്ചില്ല. ഓക്കെ. ഈ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞപ്പം കൂടെ ഉള്ളവരെയും ഞാൻ എന്നെ താഴെയുള്ള 5 പേരുണ്ടല്ലോ, അവരെയൊക്കെ ഇതിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ തന്നെ അവരരിശപ്പെടും, എന്ത് ചെയ്താൽ എണീക്കില്ല. വീണ്ടും എഴുന്നേൽപ്പിച്ച് കട്ടൻ കാപ്പി കൊടുത്ത് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ. അമ്മയ്ക്ക് നിർബന്ധമാണ് താഴെയുള്ളവരെ മറ്റേ ആൾ കൊണ്ടുപോകണം എന്നുള്ളത്. ആദ്യമൊക്കെ എനിക്ക് നാണായിരുന്നു. ചിരട്ടി നാടി പോലെയുള്ള പിള്ളേരല്ലേ, ഇതിനെ പറക്കിയെടുത്തോണ്ട് പോകണമല്ലോ എന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് നല്ല കാര്യത്തിനല്ലേ ഈശോയെ പ്രതി അങ്ങനെ അത് ത്യാഗമായിട്ടെടുത്ത് പിന്നീട് അവരെല്ലാ ദിവസവും വരുമായിരുന്നു പള്ളിയിൽ. അപ്പോൾ ഈ ഒരു ത്യാഗം ഒക്കെ എടുത്ത് എങ്ങനെയാണ് ഫൈനലി അപ്പച്ചനും അമ്മച്ചിയും സിസ്റ്ററിനെ കോൺവെൻറ്റിൽ എത്താൻ? ഞാൻ ഇങ്ങനെ പോകണമെന്ന് നിർബന്ധം പറഞ്ഞ് അതിനുശേഷം ഞാൻ ഇതിൽ മുറുകെ പിടിച്ച് കണ്ടപ്പോഴത്തേക്കും അവർ വിചാരിച്ചു ഇതിനകത്ത് തന്നെ നീങ്ങുള്ളായിരിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മുന്നോട്ട് ഇറങ്ങാണ്. എനിക്ക് എൻ്റെ അങ്കിള് എന്നോട് ഞാൻ ചോദിച്ചു ഏത് സഭകളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഏത് സഭയാണ് എനിക്ക് ചേരാൻ പറ്റിയതെന്ന് ഞാൻ എൻ്റെ അങ്കിളിനോട് ചോദിച്ചു. അപ്പോൾ അങ്കിള് സഭകളുടെ പേരുകൾ പറഞ്ഞു. CSN, ചുണങ്ങമ്പേലി, CMC, ഇങ്ങനെ കുറേ സഭകളുടെ പേര് പറഞ്ഞു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞു. ഈ അങ്കിള് തോമസ് മെത്തോഡിസ്റ്റൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം നസ്രത്ത് സഭയാണ്. കാരണം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സഭയാണ് മറ്റെല്ലാ സഭകളെയും വെച്ച് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നസ്രത്ത് സഭ ഞാൻ തിരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രത്യേകത പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശിഥിലമായി കിടക്കുന്ന ഈ കുടുംബങ്ങൾക്ക് ഒരു താങ്ങും തണലായിട്ട് കിടക്കുന്ന സഭയാണ് നസ്രത്ത് സഭ. അവർ കുടുംബങ്ങളിലേക്ക് ഇറങ്ങും, അവിടെ ചെന്ന് മദ്യപാനികളായിട്ടുള്ള മക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ കുടിച്ച് എല്ലാം നശിപ്പിക്കും. പക്ഷേ അതെല്ലാം വീണ്ടും അതിനെ പുനരുദ്ധരിക്കുന്നതാണ് സിസ്റ്റേഴ്സ് ചെന്നിട്ട് ചെയ്യണത്. അപ്പോൾ അത് നല്ല പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് നസ്രത്ത് സന്യാസഭ മതിയെന്ന് ഞാൻ എൻ്റെ അങ്കിളിനോട് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നു, ഈ സഭയുടെ ഫസ്റ്റ് ബാച്ചാണ്, സിസ്റ്റർ യൗപ്രാസ്യ. അപ്പോൾ ആൻറ്റിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ മഠത്തിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൻറ്റി ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്തു. സിസ്റ്ററിൻ്റെ വീട് കൊറ്റമത്താണെന്ന് പറഞ്ഞു, കാലടി. അപ്പോൾ അന്ന് ഈ കോൺഗ്രിഗേഷൻ അവിടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നോ? വേറെ തൊട്ടടുത്ത് FCC ക്ലാരമഠം ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രായത്തിൽ തന്നെയുള്ള എൻ്റെ കസിൻസ് 5 പേരുണ്ട് സിസ്റ്റേഴ്സ്. അവരൊക്കെ ഇങ്ങനെ പല സഭകളിൽ പോയപ്പോൾ അവർ വിചാരിച്ചു ഞാൻ അവരുടെ സഭയിലേക്ക് ഈവൻ FCCയിലേക്ക് ചെല്ലുമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പലരും പല സഭകളല്ലേ തിരഞ്ഞെടുത്ത്, എനിക്കിഷ്ടം നസ്രത്ത് സഭയിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകണേന്ന് പറഞ്ഞ് ഞാൻ അവരുടെ നിർബന്ധപൂർവ്വം പറഞ്ഞു. അവർ FCCയിലുണ്ട്, പിന്നെ സെയിൻറ്റ് ആൻസ് ഓഫ് ബാംഗ്ലൂർ അവിടെയുണ്ട്, CMCയിലുണ്ട്. ഇത്രയേറെ വ്യത്യസ്തമായ കോൺഗ്രിഗേഷൻസ് അങ്കിൾ പറഞ്ഞു തന്നു. എങ്കിലും നസ്രത്ത് സഭ തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? കാരണം ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് സിസ്റ്റർ ഇവിടെ എങ്ങനെയാണ് അപ്പച്ചനും അമ്മച്ചി ഇവിടേക്ക് കൊണ്ട്? അപ്പച്ചനും അമ്മച്ചിയും ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ അപ്പച്ചൻ എൻ്റെ ഈ മഠത്തിൽ വന്നിട്ടുള്ളൂ.
അതായത് എന്നെ കൊണ്ടുവന്നാക്കാൻ. ബാക്കി കാരണം അപ്പച്ചന് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ മഠത്തിൽ ചേരാനായിട്ട്. പിന്നെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. വന്നപ്പോഴേക്കും അപ്പച്ചനും അമ്മച്ചിയും വന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോഴത്തേക്കും എടക്കുന്നിൽ കൊണ്ടുവന്നാക്കിയപ്പോഴേക്കും അവരെല്ലാവരും എൻ്റെ സിസ്റ്റേഴ്സ് മൂത്ത സിസ്റ്റേഴ്സ് മൂത്ത ബാച്ചുകാർ വന്നു സ്വീകരിച്ചു. എന്നെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എനിക്കും സന്തോഷമായി. കാരണം എന്തോ നല്ലൊരു ആഹ്ലാദം പോലെ എനിക്ക് തോന്നി. ആദ്യമായിട്ട് ഞാൻ ഒരു കോൺവെൻറ്റിലേക്ക് കയറി വന്നതല്ലേ. എനിക്ക് ഒത്തിരി സന്തോഷം, പറഞ്ഞറിയിക്കാൻ പാടാത്ത സന്തോഷം. ഇവരും എന്നോട് ഒത്തിരി സന്തോഷം കാണിക്കുന്നു. ചേച്ചിമാരായിട്ട് ഇവർ സിസ്റ്റേഴ്സ് മൂത്തവരല്ലേ, അവരെല്ലാവരും എന്നെ സ്വീകരിച്ച് മഠത്തിലേക്ക് കൊണ്ടുപോയി. അപ്പച്ചനും അമ്മച്ചിയും അവർ കാപ്പി പിടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോയി. അവരോട് സ്തുതി പറഞ്ഞ് അവർ സാധാരണഗതിക്ക് അവർ കരഞ്ഞൊന്നുമില്ല. ഞാൻ വിചാരിച്ചു അവർ കരയായിരിക്കും വിചാരിച്ചിട്ടു. അവർ കരഞ്ഞൊന്നുമില്ല. അമ്മച്ചിക്ക് ഇത് സങ്കടമൊക്കെ വന്നു, എന്നാലും അമ്മ അത് ഒതുക്കി പിടിച്ച് അങ്ങനെ നിന്ന്. സിസ്റ്റർ റോസ്മിൻ്റെ കുഞ്ഞനുജത്തിയാണ് ഞാൻ. ഞങ്ങൾ 10 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. ഞങ്ങളുടെ അമ്മയുടെ മരണശേഷം ഞങ്ങളുടെ ചേച്ചിയാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ ലീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ കുടുംബ പ്രാർത്ഥന കുടുംബങ്ങളിലുണ്ടോ എന്ന് ചേച്ചി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് വളരെ പുഞ്ചിരിയോടുകൂടെ അല്ലെങ്കിൽ ക്ഷമയോടുകൂടെ അത് ശ്രവിക്കുകയും അത് സോൾവ് ചെയ്യാനായിട്ട് ചേച്ചി എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അമ്മയിൽ നിന്നും ചേച്ചിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സിസ്റ്റർ റോസ്മിൻ എൻ്റെ ചേച്ചിയാണ് എന്നുള്ളതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നുണ്ട്. കാരണം എനിക്കായാലും എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചേച്ചിയായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചേച്ചി വളരെ ശ്രദ്ധപൂർവ്വം അത് കേൾക്കുകയും എന്നെ ഈ കുഞ്ഞനുജത്തിയെ എല്ലാ കാര്യത്തിലും ചേച്ചി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ എല്ലാ കാര്യത്തിലും ചേച്ചി ലീഡ് ചെയ്യാറുണ്ട്. നസ്രത്ത് സന്യാസിനി സഭാംഗമായ സിസ്റ്റർ റോസ്മിൻ CS നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത്. സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്ത ആഴ്ച വരെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം.